റവാഹുൽ ഇമാം അഹ്മദ് വഗൈറുഹു അൻ അബി ഖത്താദ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന അസ്വഅൻ നാസി സരിക്കത്തൻ അല്ലദി യസ്രികു മിൻ സ്വലാത്തിഹി ലാ യുതിമ്മു റുകൂഅഹ വലാ സുജൂദഹ വലാ ഖുശൂഅഹ ഖാലു യാ റസൂലല്ലാഹ് വകൈഫ യസ്രികു മിൻ സ്വലാത്തിഹി ഖാല ലാ യുതിമ്മു റുകൂഅഹ വലാ സുജൂദഹ ഔ ഖാല ലാ യുഖീമു സുൽബഹു ഫിർ റുകൂഇ വസ്സുജൂദി. നമസ്കാരം ആചാരപരമായ ആരാധനയാണ്. അതിൻ്റെ സ്തംഭങ്ങളും അതിൻ്റെ രീതികളും മര്യാദകളും പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലെ ഓരോ സ്തംഭവും അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കപ്പെടണം. ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഏറ്റവും മോശമായ ചീത്തയായ മനുഷ്യൻ തൻ്റെ പ്രാർത്ഥന നിസ്കാരം കട്ടുമുടിക്കുന്നവനാണ്. ശ്രദ്ധിക്കുക, നമസ്കാരം കട്ടുമുടിക്കുന്നവനാണ് ഏറ്റവും മോശമായ അസ്വഉന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായ എന്നാണ് നബി പറയുന്നത്. അസ്വ എന്ന പദം ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത്. അത് സൂപ്പർലേറ്റീവ് മീനിങ് ആണ് വരിക, അത്രയും മോശം എന്നർത്ഥം. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇദാ റകഅ സവ്വ ലഹ്റഹു നല്ല ലഹ്റഹു ഹത്ത ലൗ സുബ്ബ അലൈഹിൽ മാഉ ലസ്തഖറ. അതായത് റുക്കൂ ചെയ്താൽ മുതുക് ലെവൽ ആക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ വെള്ളം ഒഴുക്കിയാൽ പോലും ഒലിച്ചു പോകാതെ മുതുകിൽ തന്നെ നിൽക്കുന്ന അത്രയും സമമായിരിക്കണം. അതുപോലെ അബൂദാവൂദും നസായിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരു ഹദീസ്, സുമ്മ യുകബ്ബിറു വയർകഉ ഹത്ത തത്മഇന്ന മഫാസിലുഹു വതസ്തർഖി സുമ്മ യഖൂലു സമിഅല്ലാഹു ലിമൻ ഹമിദഹ സുമ്മ യസ്തവി ഖായിമൻ ഹത്ത യുഖീമ സുൽബഹു സുമ്മ യുകബ്ബിറു വയസ്ജുദു ഹത്ത യുമക്കിന വജ്ഹഹു. അഥവാ റുകൂഇൽ തൻ്റെ സന്ധിയെല്ലുകളെല്ലാം സമമാകുന്ന രൂപത്തിൽ ആയിരിക്കും റുക്കൂ ചെയ്തിരുന്നത്. അത്രയും അടക്കം ചെയ്തിട്ടും സമയമെടുത്തിട്ടുമായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂഉം സുജൂദും നിർവഹിച്ചിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമസ്കാരം ഒരു വിശ്വാസിയുടെ ആത്മീയ യാത്രയാണ്. അതിൽ ഓരോ ചലനത്തിനും വാക്കുകൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ധൃതിയിൽ നമസ്കരിക്കുന്നത് ഒരു മോഷണം പോലെയാണ്. ധൃതി കൂട്ടി നമസ്കരിക്കുക കള്ളനെ പോലെയാണ്. ഇങ്ങനെ മോഷ്ടിച്ച് നിസ്കരിക്കുന്നതിലൂടെ നിസ്കാരത്തിൻ്റെ യഥാർത്ഥ പ്രതിഫലം നഷ്ടപ്പെടുന്നു. അതിന് ഒരു ഉദാഹരണം പറയുകയാണ്, വിളമ്പിയ ഇലയിൽ മണ്ണ് വാരി ഇടുക എന്ന് മലയാളത്തിൽ പറയും. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഭക്ഷണം മണ്ണ് വാരിയിട്ട് നശിപ്പിക്കുന്നതിന് തുല്യമാണ് ധൃതിയിൽ നിസ്കരിക്കുന്നത്. റോബിങ് വൺ സെൽഫ് ഓഫ് സ്പിരിച്വൽ നൂരിഷ്മെൻറ്റ്. ശരിയായ നമസ്കാരത്തിലൂടെ ലഭിക്കേണ്ട ആത്മീയ ഭക്ഷണം സ്വയം നഷ്ടപ്പെടുത്തുന്നു എന്നർത്ഥം. അരയാക്കി മുറിക്കുക എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. ഒരു കാര്യം പൂർണ്ണമാക്കാതെ പകുതിയാക്കി നിർത്തുന്നതിന് ഉപയോഗിക്കുന്നതാണിത്. അഥവാ റുക്കൂഉം സുജൂദും ശരിയായി ചെയ്യാതെ നമസ്കരിക്കുന്നവരെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വേർഡാണത്. ഇങ്ങനെ നമസ്കരിക്കുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഉള്ളത് കളഞ്ഞ് ഇല്ലാത്തത് എടുക്കുന്നതിന് തുല്യമാണ്. ശരിയായ രീതിയിൽ നമസ്കരിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം കളഞ്ഞ് ശൂന്യമായ കർമ്മം ചെയ്യുന്നത് പോലെയാണ് എന്നർത്ഥം. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ പേരിന് ഒരു കർമ്മം ചെയ്യുക, അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മം. വെളിച്ചം കെടുത്തുക എന്നും പറയാറുണ്ട്. അതായത് നമസ്കാരത്തിലൂടെ ലഭിക്കേണ്ട ആത്മീയ വെളിച്ചം സ്വയം ഇല്ലാതാക്കുക. നിസ്കാരത്തിൻ്റെ ഓരോ ചലനവും ആത്മാർത്ഥതയോടെ ചെയ്യേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അതിനെ നമുക്ക് ആത്മാവില്ലാത്ത ശരീരം പോലെ എന്ന് പറയേണ്ടി വരും. ബിൽഡിംഗ്
എ സാൻഡ് കാസ്റ്റിൽ അറ്റ് ഹൈ ടൈഡ് എന്ന് പറയാറുണ്ട്. അതായത് താൽക്കാലികവും നിലനിൽപ്പില്ലാത്തതുമായ ഒരു കർമ്മം എന്ന് മാത്രം. ചീറ്റിംഗ് വൺ സെൽഫ് ഔട്ട് ഓഫ് എ റിവാർഡ്, സ്വന്തം പ്രതിഫലം സ്വയം നഷ്ടപ്പെടുത്തുക എന്ന അർത്ഥം. റുക്കൂഇൻ്റെ പൂർണ്ണതയെക്കുറിച്ച് ഹദീസിൽ പറയുന്ന ഈ ഉപമ വളരെ ശ്രദ്ധേയമാണ്. റുക്കൂ ചെയ്യുമ്പോൾ നമ്മുടെ നട്ടെല്ല് പൂർണ്ണമായും നേർന്നിരിക്കണം. എത്രത്തോളം നിവർന്നിരിക്കണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ മുതുകിൽ വെള്ളം ഒഴിച്ചാൽ പോലും അത് ഒലിച്ചു പോകാതെ അവിടെ തന്നെ നിൽക്കണം. ഈ ഉപമ റുക്കൂഇൻ്റെ ശരിയായ രൂപത്തെയും അതിൽ പാലിക്കേണ്ട ശ്രദ്ധയെയും സൂചിപ്പിക്കുന്നു. കല്ലിൽ വരച്ച വര പോലെ ഉറപ്പുള്ളത് എന്ന് പറയാറുണ്ട്. നമ്മുടെ നട്ടെല്ല് റുക്കൂഇൽ അത്രത്തോളം ഉറപ്പോടെ നിൽക്കണം എന്നർത്ഥം. തറയിൽ പതിച്ച മരം പോലെ നിശ്ചലമായത്, റുക്കൂഇൽ നട്ടെല്ല് അനങ്ങാതെയും ഇളകാതെയും നിശ്ചലം ആയിരിക്കണം എന്നർത്ഥം. തട്ടിൽ അടുക്കിയ പാത്രം പോലെ നിരപ്പുള്ളത്, നട്ടെല്ല് റുക്കൂഇൽ പൂർണ്ണമായി നിരപ്പാക്കിയിരിക്കണം എന്നർത്ഥം. കുത്തനെ നിർത്തിയ പലക പോലെ, റുക്കൂഇൽ നട്ടെല്ല് കുത്തനെ നിർത്തിയ പലക പോലെ നിവർന്നിരിക്കണം. വെള്ളം ഒഴിച്ചാൽ തങ്ങി നിൽക്കുന്ന തട്ടുപോലെ, നട്ടെല്ല് ഒരു തട്ടുപോലെ നിരപ്പായിരിക്കണം. അതിൽ വെള്ളമൊഴിച്ചാൽ ഒലിച്ചു പോകാതെ അവിടെ തന്നെ നിൽക്കണം. ആസ് സ്ട്രൈറ്റ് ആസ് എ ആരോ, അഥവാ റുക്കൂഇൽ നട്ടെല്ല് അമ്പുപോലെ നേരെയായിരിക്കണം. ആസ് ലെവൽ ആസ് എ ടേബിൾ ടോപ്പ്, റുക്കൂഇൽ നട്ടെല്ല് ഒരു മേശയുടെ മുകൾ ഭാഗം പോലെ നിരപ്പായിരിക്കണം. സ്റ്റഡി ആസ് എ റോക്ക്, റുക്കൂഇൽ നട്ടെല്ല് പാറ പോലെ ഉറച്ചു നിൽക്കണം. പെർഫെക്റ്റ്ലി അലൈൻഡ്, റുക്കൂഇൽ നട്ടെല്ല് പൂർണ്ണമായും നേർരേഖയിൽ ആയിരിക്കണം. വാട്ടർ ലെവൽ പ്രിസിഷൻ, റുക്കൂഇൽ നട്ടെല്ല് ജലനിരപ്പ് പോലെ കൃത്യം ആയിരിക്കണം. ഈ ഉപമകളിലൂടെ ഹദീസ് നൽകുന്ന സന്ദേശം റുക്കൂഇൽ പാലിക്കേണ്ട ശ്രദ്ധയെക്കുറിച്ചാകുന്നു. റുക്കൂ എന്നത് വെറുമൊരു ശാരീരിക ചലനം മാത്രമല്ല. അതിൽ നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പൂർണ്ണമായ സാന്നിധ്യം ആവശ്യമാണ്. റുക്കൂഇൽ നട്ടെല്ല് നേരെയാക്കുന്നത് നമ്മുടെ വിനയത്തെയും സമർപ്പണത്തെയും സൂചിപ്പിക്കുന്നു. ഇത് അള്ളാഹുവിന് മുന്നിൽ നമ്മൾ എത്രത്തോളം താഴ്മയുള്ളവരാണെന്ന് കാണിക്കുന്നു. നമ്മൾ റുക്കൂ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ചിന്തകളിൽ നിന്നും ശ്രദ്ധ വ്യതിചലിക്കുന്ന കാര്യങ്ങളിൽ നിന്നും മുക്തമായിരിക്കണം. റുക്കൂഇൽ നമ്മുടെ നട്ടെല്ല് നേരെയാക്കുന്നത് നമ്മുടെ ശ്രദ്ധ നമസ്കാരത്തിൽ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെയെല്ലാം പാലിച്ചുകൊണ്ട് മനുഷ്യരിൽ ഏറ്റവും മോശപ്പെട്ടവൻ ആകാതിരിക്കുക റബ്ബ് കാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.